സമസ്തയുടെ സന്ദേശങ്ങളെ പൊതുജന മതത്തിൽ പ്രയോജനമാക്കുന്നതാണ് മേൽമുകൾ. അവരുടെ സംഘടനയായ സമസ്ത കേരള ജനസംഘത്തിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പങ്കെടുക്കാനെത്തിയ ജനലക്ഷങ്ങളെയും വിശിഷ്ടാദികളെയും സ്വാഗതം ചെയ്യുകയാണ് എന്റെ ചുമതല. അതിനു മുമ്പായി ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി ശ്രമിക്കുന്നു. അൽഹംദുലില്ലാ. മത്സരബുദ്ധിയോടൊപ്പം അവന്റെ ജീവിതക്രമം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതികളും പാഠകിതാബുകളും അത് സർക്കാരുകൾ തയ്യാറാക്കിയത് വിതരണം ചെയ്യുക, ഈ വിജ്ഞാന പ്രോത്സാഹനാർത്ഥം വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പുകളും മാലിന്യങ്ങളുടെ കോഴ്സുകളും ക്ലാസുകൾ നടപ്പിലാക്കുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായി 4 പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തോടൊപ്പം തന്നെ കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, അന്തമാൻ, ലക്ഷദ്വീപ് തുടങ്ങിയ ഇന്ത്യക്കകത്വം മലേഷ്യ, UAE, ഒമാൻ എന്നീ വിദേശങ്ങളിലുമായി ഇതിനകം 7000-ഓളം മദ്രസകൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇവയിൽ പഠനം നടത്തി വരുന്നത്. 8 ലക്ഷത്തി നാട്ടിൽ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. 3 ലക്ഷം വൈദ്യുതികളാണ് ഈ രംഗത്ത് സ്ഥാപനം ചെയ്യുന്നത്. അവരിൽ 59,000 പേർ ബോർഡിന്റെ കീഴിൽ ദേശത്തിന്റെ സർവീസ് കരസ്ഥമാക്കിയവരാണ്. 12,547 പേർ ലോവറും 2,285 പേർ ഹയറും 187 പേർ സെക്കൻഡറിയും 15,055 പേർ ഹിസും 9,793 പേർ ട്രെയിനിങ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ വിജ്ഞാന പുരോഗതിയും വിചാരസ്ഥിതിയും നിർവഹിച്ച് ബോർഡിനും മാനേജിംഗ് കമ്മിറ്റിക്കും റിപ്പോർട്ടും വിശേഷങ്ങളും സമർപ്പിക്കുന്നതിന് 69 മുദ്രമാരും മാലിന്യങ്ങൾക്ക് ക്ലാസുകളും കോഴ്സുകളും നടത്തി കൊടുക്കുന്നതിന് 18 ചുവട്ടന്മാരും 7 ഖാലിയർ ബാബു മുസ്ലിയാർ, KT ഇമാൻ മുസ്ലിയാർ, KT ഉസ്മാൻ സാഹിബ്, CH ഹൈദർ മുസ്ലിയാർ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, EPM അബ്ദുൽ അസീസ് മാസ്റ്റർ തുടങ്ങിയ നേതാക്കൾ ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ബോർഡിന്റെ കീഴിൽ മത്സരക്കാരന്മാർ അന്തരിച്ചു. സ്കൂൾ സമയം വഹിക്കാൻ പാഠപഠനത്തിന് കേവലം 2 മണിക്കൂറാണ് അവതരിപ്പിക്കുന്നത്. അതനുസരിച്ച് സിലബസും കുട്ടികളുടെ വളർച്ചയ്ക്കും മാനസികാവസ്ഥയ്ക്കും കഴിക്കാം. ലളിതവും ആധുനികമായ ശാസ്ത്രീയമായ രീതിയിൽ ആ പുസ്തകങ്ങളും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി. വോട്ടുപള്ളികളിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുവാൻ പള്ളികൾക്കുള്ളിൽ ഏതാനും ചില പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തുകയായിരുന്നു ആദ്യകാലത്ത് അധ്യാപനം നടത്തിയിരുന്നത്. പ്രാദേശികമായി ഇവർ നല്ല CD എന്നിവർ ജനുവരി അറിയപ്പെട്ടിരുന്നു. ആധുനിക പാഠ്യപദ്ധതിയും പാഠകിതാബുകളും അവർക്ക് അപരിചിതമായിരുന്നു. അങ്ങനെയുള്ളവരെ കൈവശവും പരിചയ സംബന്ധമാക്കാൻ ഉദ്ദേശിച്ച്
ഏതാനും മതത്തിലുള്ള മാലിന്യങ്ങളെ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കേണ്ടി വന്നു. ഇതിൽ നിന്നും മനസ്സാ മാലിന്യങ്ങളെ മേഖലകളാക്കി തിരിക്കുന്നത് സൗകര്യപ്രദമായിരിക്കുന്ന മനസ്സിലാക്കിയ ബോർഡ് നേതാക്കൾ 1958 മാലിന്യങ്ങളുടെ സംഘടനയ്ക്ക് നൽകി. അത് പ്രാദേശിക പേരിനൊപ്പം ജമിയത്തുൽ മാലിന്യം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1959 വടകര വെച്ച് ചേർന്ന ബോർഡിന്റെ പ്രഥമ സമ്മേളനത്തോടനുസരിച്ച് ഡയറ്റുകളിൽ നിന്നും പ്രത്യേകം ക്ഷണിച്ചവരെ പിൻവലിക്കുക, പുനരുദ്ധരിക്കുക, ആവശ്യമായിരിക്കുന്ന വിതരണം ചെയ്യുക, മദ്രസകളിൽ പരീക്ഷ നടത്തുക, മാലിന്യങ്ങൾക്ക് സാമ്പത്തിക സഹായവും ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഉദ്ദേശിക്കുന്നത്. പൊതുപരീക്ഷകളില്ലാത്ത എല്ലാ ക്ലാസുകളിലും 1961 മുതൽ അർദ്ധവാർഷിക പരീക്ഷകൾ നടത്തി വരുന്നുണ്ട്. മറ്റുള്ളവരുടെ മക്കൾക്ക് പഠനജ്ഞാനം നൽകി നരകവിമുക്തമാക്കുമ്പോൾ സ്വന്തം സന്താനങ്ങൾ പട്ടിണിയും പരിവർത്തനവുമായി കഴിയുന്നു. രോഗവും മാതൃത്വവും അവസരമായി മാതാപിതാക്കൾ നിലപാടുന്നു. വിവാഹപ്രായം കവിതൃത്വം വീട്ടിലിരിക്കുന്ന മൺമക്കൾ ജനപരിക്കാരായ തെറ്റക്കുള്ളിലുകൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ വേതനം അരമക്കളുടെ ഏർപ്പെട്ടില്ല. എല്ലാമാണ് മാലിന്യ സ്ഥിതിയെങ്കിൽ കണ്ണയാത്രികമായ ബാധ്യത സമാധാനത്തോടെ എങ്ങനെ നിറവേറ്റാൻ കഴിയും. തൽഫലമായി ചിലർ മുസ്ലിം പരീക്ഷയിലും സർക്കാർ സർവീസുകളിലും കോടതികളിൽ ഗണിതകളിൽ കടവരുത്തിയും ചിലർ ഗൾഫുനാളിലേക്ക് കിടന്നു. ഈ എഴുതുപോക്ക് വാഗ്ദാനം ജീവിക്കാനും ലഭിക്കാത്ത അവസ്ഥയായിരിക്കും ഫലം. ഇത് കണ്ടറിഞ്ഞ നേതാക്കൾ 1976 പ്രത്യേകം യോഗം ചേർന്നു. ഒരളവോളമെങ്കിലും പരിഹാരമെന്നോണം മാലിന്യം ക്ഷേമനിക്ക് രൂപം നൽകി ആദ്യമായിട്ടുള്ള സ്വാഗതം നൽകുകയാണ്. അതേപോലെ ഈ മഹത്തായ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഈ മഹത്തായ ഈ സംഘടനയുടെ സമഗ്ര കേരള വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ കൂടിയായ ഈ കെ അവരാണ്. അദ്ദേഹത്തിനും എന്റെ ചുമതലയിലും ഈ സംഘടനയുടെ പ്രതിനിധിയാണെങ്കിലും ഞാൻ മഹത്തമായിട്ടുള്ള സ്വാഗതം നൽകുകയാണ്. അതേപോലെ തന്നെ സമഗ്ര കേരള കമ്മിറ്റിയുടെ സെക്രട്ടറിയായ മഹാനായ കെ മുഹമ്മദ് മുസ്ലിയാർ അവർ ഇവിടെ എത്തിച്ചതിനോട് ആ മഹാനവർക്കും ഈ സംഘടനയുടെയും എന്റെ ചുമതലയിലും ആദ്യമായിട്ടുള്ള സ്വാഗതം നൽകുകയാണ്. അതേപോലെ തന്നെ ഈ മഹാനായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സംസാരിക്കുവാനും വേണ്ടി നമ്മുടെ ശ്രമത്തിലൂടെ ഇവിടെ ഈ എത്തിയെങ്കിലും അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഏറ്റില്ല. കേരള വ്യവസായ മന്ത്രി ഈ കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം പറയുകയാണ്. അതേപോലെ നമ്മുടെ ഈ സാധാരണ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സംസാരിക്കുവാൻ നമ്മുടെ വലിയ ക്ഷണമെടുത്തുകൊണ്ട് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന നമ്മുടെ എം പി ആയ ഈ അഹമ്മദ് സാഹിബ് എം പി അദ്ദേഹം എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനും ഈ സംഘടനയുടെ പ്രതിനിധിയും ചുമതലയിലും ഞാൻ മാത്രമായിട്ടുള്ള സ്വാഗതം പറയുകയാണ്. അതേപോലെ തന്നെ ഈ മഹത്തായ സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിക്കുന്ന സമഗ്ര കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിലെ സെക്രട്ടറി കെ ടി മാനുഷ്യ അവരാണ്. അദ്ദേഹത്തിന്റെ ചുമതലയിലും എന്റെ ഈ സംഘടനയുടെ ഒരു പ്രതിനിധി നിലയിലും ഞാൻ സ്വാഗതം ആസ്വദിക്കുകയാണ്. അതേപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുവാൻ അഡ്വക്കേറ്റ് കെ ടി ഇബ്രാഹിം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം നൽകുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹം സമസ്ത കേരള ജനങ്ങളുടെ അവതരിപ്പിച്ചതായ അൻവറുണ്ട്. അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരിലും എന്റെ ചുമതലയിലും അർഹമായിട്ടുള്ള സ്വാഗതം നൽകുകയാണ്. അതുപോലെ തന്നെ ശ്രീമന്ത മുസ്ലിയാർ, എം കെ മുനീർ സാഹിബിലെ നാട്ടിക മുസ്ലിയാർ, മുസ്ലിയാർ, ഈ ഹൈദരാബാദ് മുസ്ലിയാർ എന്നിവർക്കും അദ്ദേഹത്തിന്റെ ഈ സംഘടനയുടെ പ്രതിനിധി എന്നതിലും ഈ എന്റെ ചുമതലയിലും ആദ്യമായിട്ട് സ്വാഗതം നൽകുകയാണ്. ഞാൻ സ്വാഗതം ആസ്വദിക്കുകയാണ്. ആദ്യമായി ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് محمد عبد الله محمد مدير قسم العلاقات العامة وزارة الأوقاف والشؤون الإسلامية بذلك إنما في عدمي طلب الرياض على المسألة يبين الله أنا في فضلي فضيلة الشيخ عمر محمد أحمد شيخ الخطيب مدير قسم المطالب وزارة الأوقاف والشؤون الإسلامية بذلك لأن محمد في حلال اليوم في نحضر اليوم هذا ما يكون صورة على أساس قيامه وهذا يجب أن نحن نحن സാധുക്കൾ എല്ലാവരുടെയും ജയിലുകൾ എല്ലാ പ്രയാസമാണ് എല്ലാ നേതാക്കൾക്കും എല്ലാ ആത്മീയങ്ങൾക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തതായ എല്ലാ ജനകർഷകർക്കും തുല്യമായ രാഷ്ട്രപതിമാരായ ഈ എത്തിച്ചേർന്നതായ എല്ലാ തുല്യമായിട്ടുള്ള പ്രവർത്തകന്മാർക്കും ആദ്യമായിട്ടുള്ള സ്വാഗതം നൽകുന്നതോടൊപ്പം ആയിരമായിരം സ്വാഗതം ആശംസകളോടൊപ്പം ഈ മഹത്തായ പരിപാടിക്ക് അലക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ബഹുമാനായ സമസ്ത കേരള ജനങ്ങളുടെ കാന്തിയായ സംസ്കൃതന്മാരെ
Seluruh ulama Syekhuna ഈ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, മഹാപണ്ഡിതന്മാരെ വിദേശത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളോട് പ്രതികരിക്കുന്നത്. ഈ മഹാസമ്മേളനം കുറേ ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ഭാഗത്തിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിലെ ബഹുമാനരായ എല്ലാ അംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം ബുദ്ധിയും ഹൃദയവും കൂടി കൊള്ളുന്ന വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മതം പഠിപ്പിക്കാത്തതിന്റെ പേരിൽ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടാകുന്ന അച്ചടക്കം കൈകോർത്ത് പോയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ നല്ലപോലെ നിർവഹിക്കാൻ സാധിക്കും. ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഐക്യമാണ്. മുസ്ലിം സമുദായത്തിനിടയിൽ അനൈക്യം എപ്പോഴെപ്പോഴെല്ലാം ഇന്ത്യയിലെന്ന് മാത്രമല്ല ലോകത്തിൽ പോലും അനേക എല്ലാ കാര്യങ്ങളിലും ഭൗതികവും പാരമ്പര്യവുമായ നമ്മുടെ കാര്യങ്ങൾ വളരെ കർഷകയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. യാതൊരുമായ കാര്യങ്ങൾ ഉദ്ദേശിച്ചത് അതിൽ എത്താൻ പ്രയാസമാണ് എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ചു. തങ്ങൾ എത്തിയതുകൊണ്ട് ഫ്ലോർ തങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സമ്മേളനം വിജയത്തോടുകൂടി കലാപിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനും നമുക്ക് നേതൃത്വം തരുന്ന സംസ്കൃതമാവോട് അള്ളാഹു താര പൂർണ്ണ ആയുസ്സും ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാകട്ടെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സമ്മേളനമായി, മഹാസമ്മേളനമായി അള്ളാഹു താര ഇതിന് ആക്കിത്തരട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് ഈ മഹാസമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം. ബഹുമാനപ്പെട്ട ക്ഷേത്ര സംസ്കൃതമായി കേരളത്തിന്റെ സ്ഥാപനങ്ങളായതുകൊണ്ട് നിങ്ങൾ ഇവിടെ നമുക്ക് എന്നാൽ ഈ മഹത്തായ സമ്മേളനം, ആ സമ്മേളനത്തിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനും പഠിക്കാനും സാധിക്കും. പലരും ഇവിടെ കാര്യമായ നിലക്ക് സംസാരിക്കാനും വേണ്ട കാര്യങ്ങൾ ഉപദേശിക്കാനും ആളുകൾ ഉണ്ട്, ധാരാളം ഉണ്ട്. നാം യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ആ കാര്യത്തെ പറ്റി ആലോചിക്കണം, മനസ്സിലാക്കുകയും വേണം. അങ്ങനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും നിങ്ങൾ ശരിക്കും നിലകൊള്ളണമെന്ന് മാത്രം ഈ അവസരത്തിൽ എന്ന് പറഞ്ഞത് ഒരു വിദേശ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ളത് മറ്റൊരാൾ ഷേഖ് അഹമ്മദ് മുഹമ്മദ് ആണ്. സ്ഥലം മന്ത്രിമാർക്കും മറ്റും പോകുവാൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് വളരെ വിനീതമായി നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾക്ക് നിങ്ങൾ സ്വയം വിധേയരാകണം.
അപേക്ഷിക്കുന്നു. പ്രമുഖ കവാടത്തിന്റെ നേരെയുള്ള സ്ഥലം വഴിയായി ഒഴിവാക്കി എത്തിയിട്ടുണ്ട്. ആ സ്ഥലം ഒഴിവാക്കി കൊടുക്കാമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവിടെ ആരും വഴിയിട്ട് നിൽക്കരുത്, ദയവ് ചെയ്ത് അവിടെ ഇരിക്കണം. സാധിക്കാതെ വന്നിരിക്കുന്ന ഈ പരിസ്ഥിതി ആ നടുവിലുള്ള സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെയുള്ള വിശിഷ്ട അതിഥികളുടെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആകാംക്ഷയായിരിക്കുന്ന അതിഥികളുടെ പ്രസംഗത്തിന് വേണ്ടി സമയം ചെലവഴിക്കാതെ സമയം വേഗം അവർ പ്രസംഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. നടുവിലുള്ള വഴി ഒഴിഞ്ഞു തന്നെ കിടക്കട്ടെ. ഇനി വീണ്ടും ഒരു അനൗൺസ്മെന്റിന്റെ ആവശ്യം വരരുത്. إدارة الأوقاف والشؤون الإسلامية بدبي فليتفضل فاعلته مشكورة ويترجم خطبته الأخ مصطفى الموظف بالإدارة. السلام عليكم ورحمة الله وبركاته. كيف يشاء، فمن ثبت قلبه على الإيمان فقد نجا وعبر، ومن تقلب قلبه عن الإيمان فقد غرق واندثر. وأشهد أن لا إله إلا الله وحده لا شريك له شهادة من قالها بإخلاص أسكنه الله فسيح جناته، فهو مع المقربين الشهود سيد الأولين والآخرين وإمام المتقين وأفضل الأنبياء والمرسلين وخير خلق الله أجمعين. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم، وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وارض اللهم عن الخلفاء الراشدين والصحابة أجمعين، وارض اللهم عن إمامنا وشيخنا وإمام مذهبنا الإمام محمد بن إدريس الشافعي رضي الله تعالى عنه، وارض اللهم عن قدوتنا وإمامنا الإمام أبو الحسن الأشعري رضي الله تعالى عنه. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين. അള്ളാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഇമാമും മഹാപണ്ഡിതനുമായ മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അവർക്കും, പിന്നെ നമ്മുടെ അഖീദയുടെ ഇമാമായ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി തങ്ങളവർക്കും അള്ളാഹുവിന്റെ കരുണയും രക്ഷയും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. العلماء لعموم كيرلا، وذلك لدعوتهم لنا بالحضور إلى هذا المكان المبارك وطلبهم منا المشاركة في هذه الحفلة الكريمة، فندعو الله سبحانه وتعالى أن نوفق وأن تكون مشاركتنا تليق بمقام من حضر يوجد ويتبع هذه الجمعية. കേരളത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി ദുബായ് ഔഖാഫ് ആൻഡ് ഇസ്ലാമിക് കാര്യാലയത്തിന് പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. صلحت أعماله بالإخلاص، ومن فسد قلبه بالكفران فسدت أعماله بالعصيان. ومن أراد أن يصلح قلبه عليه أن يخرج جميع الصفات المذمومة من قلبه مثل الحقد والحسد والكره وغيرهما. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മനുഷ്യന് സമ്പത്തോ അവന്റെ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിനം വരാനിരിക്കുന്നു. അന്ന് രക്ഷപ്പെടാൻ പോകുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ സംരക്ഷിതമായ ഹൃദയവുമായി ചെന്നവർ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നാം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. മറ്റുള്ള അവയവങ്ങളെ അപേക്ഷിച്ച് ഹൃദയമാണ് ഏറ്റവും മഹത്തരമായത്. മറ്റുള്ള അവയവങ്ങൾ ഹൃദയത്തിന്റെ അനുബന്ധങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം സംശുദ്ധമായാൽ മാത്രമേ മറ്റുള്ള നമ്മുടെ അവയവങ്ങൾ സംശുദ്ധമാവുകയുള്ളൂ. നമ്മുടെ ഹൃദയം ഇതുകൊണ്ട് സംശുദ്ധമായി തീരുമ്പോൾ നമ്മുടെ അവയവങ്ങൾ അവയവങ്ങൾക്കനുസൃതമായി സംശുദ്ധമായി തീരുന്നു. നമ്മുടെ ഹൃദയം കുക്കുറി കൊണ്ടും അസൂയ കൊണ്ടും മലീമതമാകുമ്പോൾ നമ്മുടെ മറ്റ് അവയവങ്ങളെല്ലാം അതിനനുസൃതമായി മലീമതമായി തീരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാക്കി അവസരമായി ജീവിതം നയിക്കുവാൻ നാം തയ്യാറാവണമെന്ന് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. وطريق الخلاص من هذه الصفات المذمومة أن يملك الإنسان نفسه فلا يترك نفسه على هواها ولا يمشي خلفها فيمنعها عما تريد. فإذا فعل الإنسان ذلك وأدى الوظائف والواجبات المطلوبة منه فقد طهر قلبه وتزكت نفسه وتقرب إلى الله سبحانه وتعالى أعلى المراتب. يقول أبو يزيد البسطامي رحمه الله تعالى: عالجت قلبي 10 أي 10 سنين ولساني 10 ونفسي 10 فكان قلبي أصعب الثلاثة. നാം നമുക്ക് രക്ഷ നേടാനുള്ള ഏക വഴി നമ്മുടെ ഹൃദയത്തെ നികൃഷ്ട കാര്യങ്ങളിൽ നിന്നും നിയന്ത്രിച്ചു നിർത്തി നമ്മുടെ ശരീരത്തെ രക്ഷ അഴിച്ചുവിടാതെ നാം നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നാം നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചീത്ത കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് മൂലം നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കി സംരക്ഷിക്കുവാൻ സാധിക്കും. മഹാനായ അബൂ യസീദ് അൽ ബസ്താമി റഹ്മത്തുള്ളാഹി അലൈഹി തആല പറയുന്നു, ഞാൻ 10 വർഷം എന്റെ നാവ്, എന്റെ ഹൃദയം, എന്റെ ശരീരം എന്നിവയെ ചികിത്സിക്കുകയുണ്ടായി. പക്ഷേ എനിക്ക് ഏറ്റവും പ്രയാസകരമായി അനുഭവപ്പെട്ടത് എന്റെ ഹൃദയത്തിന്റെ ചികിത്സ പൂർത്തീകരിക്കലായിരുന്നു. കാരണം അള്ളാഹുവിന്റെ ചലനങ്ങളും കണ്ടുകൊണ്ടിരുന്നു, വീഴ്ചകൊണ്ടിരുന്നു. ഞാൻ വേർതികളെ പറയുന്നു, ദോഷം ചെയ്തവരെ പറയുന്നവരെന്ന അള്ളാഹുവിനെ വീക്ഷിക്കുമ്പോൾ എന്റെ എല്ലാ കാര്യങ്ങളും നല്ലതായി ചെയ്യേണ്ടതിന്റെ ചുമതലയാകുമ്പോൾ അവർ വളർന്നുകയാണ് ചെയ്യും. അങ്ങനെയുള്ള അള്ളാഹു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ സംസ്കാരം വളർത്തുന്ന വിജ്ഞാനമാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് നമ്മുടെ അധ്യാപകന്മാർ വളർന്നുള്ള തലമുറക്കുന്നത്. വിദ്യാഭ്യാസങ്ങളുടെ വിശ്വാസം വന്നു, അത് ക്രമത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾക്കുള്ള പ്രത്യേകമായ വ്യവസ്ഥകൾ ഇസ്ലാം നിർണ്ണയിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിൽ വന്നുകൊണ്ടുണ്ടായിരിക്കും. വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക ജീവിതത്തിലാണെങ്കിലും ഇസ്ലാം തന്നെ നാം പ്രവർത്തിക്കുന്ന നാം ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇസ്ലാമികമായ രൂപം ഉണ്ടായിരിക്കുമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചു. അങ്ങനെയുള്ള ആ ജീവിതം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ആ വിജ്ഞാനം അനുവദം. സഹോദരങ്ങളെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകൃത മദ്രസകളിൽ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അവർക്ക്
സ്വന്തമായ ഒരു സംഘടന രൂപീകരിക്കാൻ നമ്മുടെ നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ ബാലവേദിയുടെ സംസ്ഥാന ഉപദേശക ബോർഡ്, ഈ ബോർഡിന്റെ ചെയർമാൻ മുക്കം ഉമർ ഫൈസി അവர்களுം ഇതിന്റെ കൺവീനർ അബ്ദുൾ റസാഖ് ഉസ്താനി എന്ന ആ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മദ്രസകളും ബാലവേദിയുടെ യൂണിറ്റുകളായി ഇവിടെ നിന്ന് പ്രഖ്യാപിക്കാൻ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബഹുമാന്യരായ ഉന്നതരായ മഹാന്മാരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ കേരള മുസ്ലിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ നേതാക്കന്മാരെ, ഗ്രാമരെ, ബഹുമാന്യനായ സുൽത്താൻ അൽ മാജിദ് അൽ ഹദ്റബി, ഷെയ്ഖ് മുബാറക് അൽ കിണ്ടി തുടങ്ങിയ ഔഖാഫിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളെ ഈ യോഗത്തിലേക്ക് നാം ക്ഷണിച്ചിരുന്നു. പക്ഷേ ക്രിസ്തുമസ് ഒഴിവായതുകൊണ്ട് ഇന്ന് കോൺസുലേറ്റിൽ നിന്ന് അവർക്ക് വിസ ലഭിക്കാതെ പോയി. അതുകൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും ഈ യോഗത്തിന് എല്ലാവിധ മംഗളവും ആശംസിച്ചുകൊണ്ടുള്ള സന്ദേശം അവർ നമ്മൾക്ക് അയച്ചു തന്നിരിക്കുന്നു. അവരെ ഈ സമ്മേളനത്തിൽ എത്തിക്കാനും അവരിൽ നിന്ന് ആശംസകൾ വാങ്ങി സമ്മേളനത്തിലേക്ക് അയച്ചു തരാനും നമ്മുടെ പ്രവർത്തകന്മാരായ ആദർശേരി അംസകുട്ടി മുസ്ലിയാർ അവர்களுം ഈ ചൈതന്യ മുസ്ലിയാർ അവர்களுം വളരെയേറെ ശ്രമിക്കുകയുണ്ടായി. അവരെയും നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ്. അതുകൊണ്ട് ആശംസ ഈ സമ്മേളനത്തിൽ അറിയിച്ച വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ അലങ്കോലം ഉണ്ടാക്കുന്ന സ്വഭാവം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ദയവിധി എല്ലാവരും തങ്ങളുടെ സ്ഥലത്ത് ഇരിക്കണം. ബഹുമാനപ്പെട്ട തങ്ങളവർകളും നമ്മുടെ നേതാക്കളും അറിവ് പ്രതിനിധികളും എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട്. അവർക്ക് വഴി സൗകര്യപ്പെടുത്തി കൊടുക്കണം. ഒരു കാരണവശാലും അവരുടെ കൈപിടിച്ച് ശല്യപ്പെടുത്തരുത്, മറ്റേ വഴി തടസ്സമുണ്ടാക്കരുത്. ഒന്നും ചെയ്യാതെ വളരെ സന്തോഷപൂർവ്വം അവർക്ക് മടങ്ങി പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മൾ പ്രസംഗിക്കുന്നത് ബഹുമാനപ്പെട്ട ടി അഹമ്മദ് സാഹിബ് എം പി അവർക്കാണ്. ബഹുമാനപ്പെട്ടവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളൂ. ആ നിഷേധാത്മകമായ മനോഭാവത്തെ മാറ്റിയെടുത്ത് അലീഗർ സർവകലാശാല ഉണ്ടാക്കിയതുപോലെ തമിഴ്നാട് ഗവൺമെന്റ് മതപഠനം സ്കൂളുകളിൽ നിരോധിച്ചപ്പോൾ അതിനായി കടന്നു വന്ന ഈ മഹാന്മാരായ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും പ്രവർത്തനപരമായിട്ടാണ് ഇന്ന് ഇസ്ലാമിനെ പറ്റി ബോധമുള്ള ഒരു സമുദായത്തെ കേരളത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ പറയുന്നത്. ഇത് തെറ്റാണ്. പറയൂ, ഇത് ശരിയല്ലേ? എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. നമുക്ക് കർബല നഷ്ടപ്പെട്ടപ്പോൾ മൗലാന മുഹമ്മദ് അലി പറഞ്ഞു, ഇസ്ലാമത്തിന്റെ ഹോത്തായ ഹർ കർബലാക്ക് ബാദ്. ഇസ്ലാം ഓരോ കർബലക്ക് ശേഷവും ജീവിക്കുന്നു. ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടപ്പോൾ വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്നും അതിന് പരിഹാരം കാണുവാൻ സാധിച്ചില്ല. പക്ഷെ കേരളത്തിലെ മുസൽമാൻ പറയുന്നു, ഇസ്ലാമത്തിന്റെ ഹോത്തായ ഹർ ബാബരി മസ്ജിദ് കെ ബാദ്. ഓരോ മസ്ജിദിന് ശേഷവും ഇസ്ലാം ജീവിക്കുന്നു. നിങ്ങൾ ഇവിടെ പാസാക്കിയ പ്രമേയത്തിന് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم. الحمد لله والصلاة والسلام على رسول الله. أما بعد. സമാദരണീയരായ സാധാത്തുക്കളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ മുഅല്ലിമുകളെ, മറ്റു സഹോദരങ്ങളെ, എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വാസികളുടെ പാർട്ടിയിൽ എന്റെ സ്നേഹമുള്ള മുഅല്ലിമുകളെ, ഇന്നത്തും മുഅല്ലിമെന്ന് പൊന്നാറടി പറഞ്ഞ ആ മുഅല്ലിമുകൾ ഈ സമൂഹത്തിനുള്ള അപമാനമാണത്. രണ്ടായി പ്രവർത്തിക്കുന്ന ഇരു വിഭാഗങ്ങളും
ഔദ്യോഗിക ഭാരവാഹിത്വം ഉൾപ്പെടെ തുല്യമായ പ്രാതിനിധ്യം നിങ്ങൾ മനസ്സിലാക്കണം. തുല്യമായ പ്രാതിനിധ്യം നൽകി മുഷാവറ നിലവിൽ വരുത്തുക. ഏത് കാലത്താണ് ഈ കത്ത് അവിടെ അയച്ചത്? ബഹുമാനപ്പെട്ട റയീസുൽ മുഹത്തഖീൻ കണ്ണിയത്ത് ഉസ്താദ് തങ്ങളവர்கள் ഹയാത്തോടുകൂടി ഇരിക്കുന്ന കാലത്താണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب زدني علما. صدق الله العلي العظيم. وصدق رسوله النبي الكريم. ആ മദ്രസകളിൽ കുഴപ്പമുണ്ടാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഘടിതർ അവരുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഓരോ കൊല്ലവും നമ്മുടെ പരീക്ഷാ സന്ദർഭങ്ങളിൽ ലഭിച്ചുകൊണ്ട് ഏതു തരത്തിൽ അവരുടെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഓരോ കൊല്ലവും നമ്മുടെ പരീക്ഷാ സന്ദർഭങ്ങളിൽ ലഭിച്ചുകൊണ്ട് ഏതു തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും ശരി, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനും ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏവി ഉസ്താദ് പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുകളുമായുള്ള ഞങ്ങൾക്കൊന്നും തന്നെ സുന്നികൾക്കിടയിൽ എന്നുമെന്നും ഈ വിയോജിപ്പ് നിലനിൽക്കണമെന്ന് ആഗ്രഹമില്ല. മുസ്ലിം സമുദായത്തിൽ തന്നെ അനൈക്യമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. കാരണം ഇസ്ലാമിന്റെ സന്ദേശം ഐക്യമാണ്. ഇസ്ലാമിന്റെ സന്ദേശം ഐക്യമാണ്. നിങ്ങൾ ഐക്യത്തോട് ജീവിക്കുന്ന കാലത്ത് നിങ്ങൾക്കിവിടെ ജീവിക്കാൻ സാധിക്കും. ഇല്ലെങ്കിലോ നിങ്ങൾ നശിക്കും, നിങ്ങളുടെ പേരും ചൂരും തന്നെ നഷ്ടപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകിയതാണ്. അതിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ എവിടെയും ഒരു അനൈക്യവും ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അണിയിൽ ഒരിക്കലും തന്നെ ഇളവുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ അഹങ്കാരത്തിന്റെ മൂർത്തിബന്ധമായി ചമഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തുകളുമായത് പ്രഗത്ഭരായ മഹാനായ ഉസ്താദിനെയും മഹാനായ ശംസുലുലമായെയും ധിക്കരിച്ചുകൊണ്ട് അതിനേക്കാൾ വലിയ ഞാൻ എന്ന അഹന്തയോടുകൂടി മുന്നോട്ട് വന്ന ആളുകൾ സമസ്ത കേരള ജമിയത്തുകളുമായത് പുറത്തു പോകേണ്ടതായിരുന്നു. ആ കാര്യം ഞങ്ങൾ നിർവഹിച്ചുവെന്ന് മാത്രം. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളതിന് കാരണക്കാരല്ല. 2-3 ദിവസം യോജിപ്പിന്റെ മേഖലകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ടെല്ലാം ഒരു യോജിപ്പിലെത്തുന്ന അവസരത്തിലാണ് സുന്നികൾക്കിടയിൽ എതിർപ്പുണ്ടാക്കിക്കൊണ്ട് എറണാകുളത്ത് മറ്റൊരു സമ്മേളനം പ്രവർത്തിക്കുക, നിരന്തരം പ്രവർത്തിക്കുക. ഇതാണ് പ്രവർത്തകന്മാരോട് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ജമിയത്തുള്ളവരുമായി സ്നേഹിക്കുന്ന ഇവിടെ കൂടിയ ജനലക്ഷങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്, പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കും. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി അവർക്ക് നിങ്ങൾ പരിപൂർണ സഹകരണം നൽകുക, പരിപൂർണ സഹായം നൽകുക, പരിപൂർണ പിന്തുണ നൽകുക. പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുമ്പോൾ നാട്ടിലുള്ള നിങ്ങൾ അവരുമായി എത്ര കണ്ട് ബന്ധം സ്ഥാപിക്കുന്നു, അവർക്ക് എത്രമാത്രം സഹായം നൽകുന്നു, അതനുസരിച്ചായിരിക്കും പ്രവർത്തനത്തിന്റെ വിജയം. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ പ്രവർത്തനങ്ങളുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ ആ പ്രവർത്തകന്മാർക്ക് എല്ലാ വിധത്തിലും നിങ്ങൾ സഹായം നൽകണമെന്ന് നാട്ടിലുള്ള സഹോദരങ്ങളോട് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സംഘടനയെ തളർത്താനും തകർത്താനും വേണ്ടി കരുതിക്കൂട്ടി എല്ലാവിധ ഉത്സിത ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വിഘടിതരെ നിങ്ങൾ മനസ്സിലാക്കണം. അവരെന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ അടിയുറച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന് സേവനം ചെയ്യുവാനുള്ള എല്ലാവരുടെ കഴിവും കേൾക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജമിയത്തുലുലമായെയും അതിന്റെ പോഷക ഘടകങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവോപരി വളർത്തുകയും ഉയർത്തുകയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വളരെയധികം ഇസ്ലാമിൽ സുത്യർഹമായ ഒരു സേവനം ചെയ്യുന്ന
മഹാന്മാരാണ് നമ്മുടെ ബഹുമാനപ്പെട്ടതായിട്ട് മുഅല്ലിമീങ്ങൾ. ബഹുമാനപ്പെട്ട റസൂൽ എന്ന് പറഞ്ഞത് ബുഇസ്തു മുഅല്ലിമ, ഇന്നെ യാത്രയാക്കപ്പെട്ടത് മുഅല്ലിമായി കൊണ്ടാണ്. അതായത് ആൾക്കാർക്ക് ദീൻ മനസ്സിലാക്കി കൊടുത്തും ആൾക്കാർക്ക് സന്മാർഗം മനസ്സിലാക്കി കൊടുത്തും ആ നിരക്കാണ് എന്നെ യാത്രയാക്കപ്പെട്ടത്. ആ നിരക്ക് മഹത്തായതായിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന മുഅല്ലിമീങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ആ മഹത്തായതായിരിക്കുന്ന മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി കഴിയുന്ന സൗകര്യങ്ങളും അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് അവരുടെ ആ ചെലവുകളെല്ലാം വർദ്ധിക്കുന്ന അവസരത്തിൽ അതിനനുസരിച്ച് അവർക്ക് വേതന കൊടുത്തുകൊണ്ടും അവരെ ഈ രംഗത്തിൽ തന്നെ നിർത്താൻ നാം എല്ലാവരും വളരെയധികം ഉത്സാഹിക്കുന്നില്ല. ഒപ്പരാത്തിനാഥത്തിന്റെ അസുരാഭില്ലാതെ ബന്ധപ്പെട്ടില്ല ആമീൻ വർദ്ധിപ്പിക്കുകയാണെന്ന് പറയുകയും ഇന്ത്യയിലെ ഇസ്ലാമിന്റെ കരുത്തും ആവേശവും ഊറ്റിനിൽക്കുന്ന പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സമ്മേളനത്തിൽ ഭാഗവാക്കാകാൻ സാധിച്ചതിൽ സർവശക്തനായ നാഥനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പണ്ഡിതന്മാർ വേദിയിൽ പ്രസംഗത്തിന് വേണ്ടി ഊഴം കാത്തിരിക്കുന്നതുകൊണ്ടും ഞാനിത് പ്രഭാഷണത്തിലൂടെ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന് സർവ്വവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പിന്മാറുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. അടുത്തായി നിങ്ങളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട നാട്ടുകാരെയും സംസ്കാരമാണ്. അദ്ദേഹത്തെ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ഫാഇദീന മിനൽ മുഅ്മിനീൻ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ സംരക്ഷിക്കുക, നിലനിർത്തുക, പ്രചരിപ്പിക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന ഇവിടെ രൂപീകരിക്കപ്പെടുന്നതും പ്രവർത്തിക്കുക. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ദ്വാരം ചെയ്യാം. പല ആളുകളും ഈ സദസ്സിലേക്ക് ദ്വാ ചെയ്യാനായി അപേക്ഷിച്ചിട്ടുണ്ട്. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മൗലാന കണ്ണിയത്ത് ഉസ്താദ് മുതൽ സമസ്തന്റെ സ്ഥാപക നേതാക്കളായ اللهم صل وسلم على رسولك سيدنا محمد وعلى اله سيدنا مولانا محمد. اللهم اعطنا الوسيله والفضيله والدرجه والرحمه ومقاما محمودا الذي يا الله في الصلاه والقران الكريم أنت سلطان العاجزين فاشرف عن ولده بما يقول إلى أمواتنا من مشاهد المسلسلين الإخوان بها رضوان الله تعالى عن كل واحد منهم أجمعين. وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. പ്രിയമുള്ള സഹോദരന്മാരെ, അവസാനത്തെ ഇനമായ നന്ദി പ്രകാശനമാണ്. ഏതാനും 2 വാക്കുകളെ കൊണ്ട് ഞാൻ ആ കർത്തവ്യം നിർവഹിക്കുന്നു. ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച മഹാനായ ശംസുൽ ഉലമ അവർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മഹാനവറുകൾക്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ ആരോഗ്യവും സർവവിധ കഴിവും സർവശക്തനായ റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ
കേന്ദ്രമന്ത്രി ഷഹീദ് സാഹിബ് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കേരള മുസൽമാന്മാരുടെ അനിഷേധ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച എല്ലാ നേതാക്കൾക്കും സാധാത്തുക്കൾക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. അതിനു പുറമെ ഈ മഹത്തായ സമ്മേളനം നടത്താൻ ഈ സദസ്സ് നമുക്ക് സമ്മതിച്ചു തന്ന എം അബ്ദുസ്സമദ് സാഹിബിനും ഈ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി അനുമതി നൽകിയ എം അബ്ദുസ്സമദ് സാഹിബിനും അതുപോലെ തന്നെ അതിനുവേണ്ടി നമുക്ക് സഹകരിച്ച മറ്റു സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അവരുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് അർഹമാം പ്രതിഫലം ഇഹത്തിലും വരത്തിലും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നിയമപാലകർ നമുക്ക് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ സദസ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രാഫിക്കുകളെല്ലാം തന്നെ വളരെ നല്ല നിലയിൽ നമുക്ക് ഈ സമ്മേളനം നടത്താൻ സൗകര്യം ചെയ്ത നിയമപാലകർക്ക് ഞാൻ വളരെ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അവരുടെ എല്ലാം പേരെടുത്ത ഈ അവസരത്തിൽ പറയാൻ ഞാൻ തുനിയുന്നില്ല. ആയിരം നന്ദി അവർക്ക് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ലൈറ്റ്, സൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിർവഹിച്ച് നമ്മുടെ ഈ സമ്മേളനം ഭംഗിയാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വളരെ സാഹസപ്പെട്ട് ഇവിടെ എത്തിയ നമ്മുടെ മുസ്ലിം സഹോദരന്മാരും അതുപോലെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അവർക്ക് അതിനുള്ള സന്ദർഭം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇതിന്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നത് നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിപ്പെട്ട് വളരെ വിഷമിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനമെല്ലാം അല്ലാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.